ഹായ് ഓൾ ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈക്കോടെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വിചിത്ര സിൽക്ക് മെറ്റീരിയലിൽ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസിന്റെ കളക്ഷൻസ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് സാരി വരുന്നത് ഇതാണ്. ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലേക്കാണ് കേട്ടോ ബോഡി വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ആ ഒരു ബോർഡർ തന്നെയാണ്. ബോർഡർ ചെയ്തിരിക്കുന്ന ഒരു സിൽവറിന്റെ ജെറി വീവിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ആ സിൽവർ ജെറിയിലാണ് ഈ ഒരു ബോർഡർ ഇത്രയും ഭംഗിയായിട്ട് ഇത് കണ്ടത്. ഞാൻ ക്ലോസ് റിവ്യൂ കാണിച്ചു തരാം. ലീഫും സ്റ്റെമ്മും അതുപോലെ ഫ്ലവറും എല്ലാമായിട്ട് ഇത്രയും നല്ല വീവിങ്, നല്ല രസമായിട്ട് നല്ല ഡിസൈനാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ എൻഡിൽ സ്കാലപ്പും വരുന്നുണ്ട്. നിങ്ങൾക്ക് വിചിത്ര സിൽക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ചുരിദാർ മെറ്റീരിയൽ ആണെങ്കിലും സാരീസ് ആണെങ്കിലും ഒക്കെ കൊടുക്കുന്നുണ്ട്. വിചിത്ര സിൽക്ക് ആകുമ്പോൾ നമുക്ക് മെറ്റീരിയൽ അത്രയും നമുക്ക് വാഷബിൾ ആണ്. മെറ്റീരിയലിന് ഒരു ഡാമേജ് ഉണ്ടാവില്ല. നമുക്ക് കളർ ബ്ലീഡിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് ഫ്ലോയി ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ഷിഫോണൊക്കെ പോലെ ഒരുപാട് ഫ്ലോയി അല്ല. അതേസമയം ഒട്ടും സ്റ്റിഫ്നെസ്സും ഇല്ല. നമുക്ക് ഡ്രേപ്പ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈവൻ സാരി കൊടുക്കാൻ അറിയത്തില്ലാത്തവർക്ക് പോലും അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൊടുത്തിട്ടുള്ളവർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് വിചിത്ര സിൽക്കിന്റെ മറ്റൊരു പ്രത്യേകത. അതേസമയം ഒട്ടും വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു സാരിയാണ്. അതുപോലെ തന്നെ ട്രാൻസ്പെറന്റും അല്ല. ഒട്ടും ട്രാൻസ്പെറന്റ് അല്ലാത്ത സാരിയും കൂടിയാണ്. അങ്ങനെ വിചിത്ര സിൽക്ക് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ എളുപ്പമുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് ഇങ്ങനെ ഒരു സാരി കിട്ടുമെന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. കാരണം ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്. അതിന്റെ ഒരു കോമ്പിനേഷൻ ഡാർക്ക് ഷെയ്ഡിലേക്കാണ് എല്ലാം വന്നിട്ടുള്ളത്. അതിനകത്ത് ആ ഒരു സിൽവർ ഷെയ്ഡ് കോമ്പിനേഷൻ വരുമ്പോൾ നല്ല ഭംഗി. അതുപോലെ തന്നെ ബോഡിയിലേക്കും ആ ഒരു സിൽവർ ഷെയ്ഡിന്റെ തന്നെ സ്റ്റോൺ വർക്കും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സാരിയുടെ ബോഡി വരുന്ന ഇതാണ്. നമുക്ക് ഈ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗത്ത് ഫുൾ ആയിട്ടും സാരിയിൽ ആ ഒരു സ്റ്റോൺ വർക്ക് ബോഡിയിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമുക്ക് ആ ഒരു പ്ലീറ്റ്സ് ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്ത് ലോവർ പാർട്ടിലേക്കാണ് അത് വരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അത് കണ്ടോ, ലോവർ പാർട്ടിലേക്കാണ് ആ ഒരു വർക്കും വിത്ത് ബോർഡറും കൂടെ വരുന്നത്. ഇതുണ്ട് പ്ലീറ്റ്സ് ഒക്കെ എടുക്കുന്നിടത്ത് താഴേക്ക് അത് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു ബോർഡർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രണ്ടിലേക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെയാണ് ഇത്രയും വീതിയിലേക്ക് അത് വരുന്നുണ്ട്. രണ്ട് സൈഡിലും ആ ഒരു നല്ല ഹെവി ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. സിൽവർ ജെറിയിൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. മുന്താണിയുടെ എൻഡ് വരെ എല്ലാ സൈഡിലേക്കും ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ ബ്ലൗസ് പീസ് ബോഡി പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. സ്ലീവിൽ നമുക്ക് ഈ സെയിം ബോർഡർ തന്നെ സ്ലീവിൽ കൊടുക്കാനായിട്ട് പറ്റും. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. ഇതാണ് ബ്ലൗസ് പീസ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് റേഞ്ച് പറയുവാണെങ്കിൽ 1175 രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് കേട്ടോ. കാരണം ആ ഒരു റേഞ്ചിൽ എനിക്ക് തോന്നുന്നു നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാരി തന്നെ. കാരണം ഇപ്പോൾ ഒരു പാർട്ടിക്ക് നമ്മൾ ഉപയോഗിച്ച സാരി വേറെ സെയിം ഒരു ഗ്യാതറിംഗ് നമുക്ക് ഉപയോഗിക്കാൻ എല്ലാവർക്കും ഒരു മടി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു റേറ്റിലൊക്കെ ആകുമ്പോൾ നമുക്ക് വേറെ ഒരെണ്ണം അങ്ങനെ എടുക്കുന്നതിനും കുഴപ്പമില്ല. കാരണം വലിയൊരു റേഞ്ചിലേക്ക് പോകുന്നുമില്ല. അതേസമയം ഇത്രയും ഭംഗിയുള്ള ഒരു സാരിയാണ് നമുക്ക് കിട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ കളേഴ്സ് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബർഗണ്ടി ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ. ഫ്രണ്ടിലേക്ക് വരുമ്പം നല്ല ഹെവി ആയിട്ടും പിന്നെയുള്ള ഭാഗത്തേക്ക് വരുമ്പം ലോവർ പാർട്ടിലേക്കാണ് ആ ഒരു വർക്ക് വരുന്നത്. എല്ലാ സൈഡ്സിലും ആ ഒരു സെയിം വീവിങ് തന്നെ വരുന്നു. നല്ല ഭംഗിയാണ് ബോർഡർ കാണാനായിട്ട് കേട്ടോ. ഇതാണ് അതിന്റെ ക്ലോസ് റിവ്യൂ വരുന്നത്. എല്ലാത്തിലും സെയിം തന്നെയാണ്. ബോഡിയിൽ വരുന്ന കളർ ചേഞ്ച്, മെറ്റീരിയലിന്റെ കളർ ചേഞ്ച് മാത്രമേ മാറുന്നുള്ളൂ. അതുപോലെ തന്നെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസിന്റെ എൻഡിലും ബോർഡറിൽ നമുക്ക് ഇതാണ് ബ്ലൗസിന്റെ ബോർഡർ വരുന്നത്. സ്ലീവിൽ ബോർഡർ ഒക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ നല്ല ഒതുങ്ങി നിൽക്കുകയും ചെയ്യും. പ്രൈസ് സെയിം ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ടീൽ ബ്ലൂ ആണ് കേട്ടോ. സെയിം ഫീച്ചേഴ്സ് തന്നെ ഇതിലും വരുന്നു. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതാണ് സാരിയുടെ ബോഡി വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസിലും ഈ സെയിം ബോർഡർ തന്നെ നമുക്ക് സ്ലീവിൽ വെക്കാനായിട്ട് ഉണ്ടാവും. നമുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. എല്ലാം ഡാർക്ക് ഷെയ്ഡിലേക്കാണ് വരുന്നത്. കാരണം ഡാർക്ക് ഷെയ്ഡിലാണ് ഇതിന്റെ ആ ഒരു ഭംഗി അത്രയ്ക്ക് അങ്ങ് കിട്ടുള്ളൂ. ലൈറ്റ് ഷെയ്ഡിലേക്ക് ആകുമ്പോൾ ഇതിന്റെ ആ ഒരു എടുപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം. എല്ലാം ഡാർക്ക് ചാർട്ടിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് വരുന്നത് സാരി കേട്ടോ. ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു സ്റ്റോൺ വർക്ക് ആണ് വരുന്നത്. സിൽവർ ഷെയ്ഡിൽ തന്നെ. മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസിന്റെ വിത്ത് ബോർഡറോട് കൂടിയിട്ടാണ്. നമുക്ക് രണ്ട് സ്ലീവിൽ ഈ ഒരു ബോർഡർ വെക്കാനുള്ളത് ഉണ്ടാവും. നമുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെ. എല്ലാത്തിലും സിൽവർ ജെറിയിൽ വരുന്ന ആ ഒരു എംബ്രോയിഡറി വർക്കാണ് രണ്ട് സൈഡിലും ബോർഡർ ആയിട്ട് വരുന്നത്. മുന്താണി ഇതുപോലെ വരുന്നു. ബ്ലൗസ് പീസ് ഇതുപോലെ വിത്ത് ബോർഡറോട് കൂടിയിട്ട് വരുന്നു. നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡ്. മെറൂൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഡാർക്ക് ആയിട്ട് അടിക്കുന്ന ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള മെറൂൺ അല്ല കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇത് വരും സാരി.
സാരിയുടെ പ്ലീറ്റ്സ് ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്ത് നിന്ന് അവിടെ ആ ഒരു ഏരിയയിൽ നമുക്ക് ലോവർ പാർട്ടിലേക്കാണ് വർക്ക് വരുന്നത്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നിറയെ ആ സ്റ്റോൺ വർക്ക് വരും. മുന്താണിയുടെ എൻഡ് വരെ ഇങ്ങനെ വരും. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസിലും ഇതുപോലെ നമുക്ക് ആ ഒരു ബോർഡർ സ്ലീവിൻ്റെ എൻഡിൽ കൊടുക്കാനായിട്ട് പറ്റും. സാരിയുടെ പ്രൈസ് വരുന്നത് 1175 രൂപയാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത്. നമ്മുടെ ഇന്നത്തെ പാർട്ടി വെയർ സാരീസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം. അതുപോലെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. നല്ല കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.